ഹായ് ഫ്രണ്ട്സ്, വളരെ രസകരമായ ഒരു ചെറിയ കഥയാണ്. സോഫിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. വളരെ യാത്ര ചെയ്യാനും അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകൾ ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ഒരു ആളായിരുന്നു. സോഫിയ ഒരിക്കൽ ഒരു മൗണ്ടെയിൻ ട്രക്കിംഗ് ചെയ്യായിരുന്നു. അപ്പം മൗണ്ടെയിൻ ട്രക്കിങ്ങും യാത്രയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവരൊരു പുഴയരികിൽ നിൽക്കുകയായിരുന്നു. യാത്രക്കിടയ്ക്ക് പുഴയരികിൽ നിൽക്കുകയായിരുന്നു, വിശ്രമിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ പുഴയരികിൽ നിന്ന് ഒരു വളരെ വിലപിടിപ്പുള്ള ഒരു മനോഹരമായ ഒരു രത്നക്കല്ല് ഈ സോഫിയക്ക് ലഭിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ സോഫിയക്ക് മനസ്സിലായി അത് വളരെ വിലപിടിപ്പുള്ളതാണ്, വളരെ അമൂല്യമായതാണ്. അത് വളരെ ഇഷ്ടമായി. അപ്പോൾ ഒട്ടും ഒരു അതിഭാവുകത്വം ഇല്ലാതെ അത് എടുത്ത് ബാഗിലേക്ക് വെച്ചു. അങ്ങനെ ഇവരുടെ ആദ്യ ദിവസത്തെ മൗണ്ടെയിൻ ട്രക്കിംഗ് കഴിഞ്ഞു. അടുത്ത ദിവസം യാത്രയ്ക്ക് ഇറങ്ങിയപ്പോൾ ഇവരുടെ കൂടെയുള്ള ഒരു സഹയാത്രികൻ വളരെ വിശന്ന് വലിഞ്ഞിരിക്കുന്ന ഒരാളെ കണ്ടു. അപ്പോൾ അയാൾ ഭക്ഷണം ചോദിച്ചപ്പോൾ അയാൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് സോഫിയ ഈ ബാഗ് തുറന്ന് ഭക്ഷണം കൊടുത്തു. പക്ഷെ അയാൾ ഈ ബാഗിൻ്റെ ഉള്ളിലുള്ള ഈ രത്നക്കല്ല് കണ്ടു. അപ്പോൾ അയാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്നോടൊപ്പം ചോദിച്ചു, എനിക്ക് ഈ കല്ല് തരുമോ എന്ന് ചോദിച്ചു. കാരണം അയാൾക്ക് മനസ്സിലായി ഇതിൻ്റെ വിലപിടിപ്പുള്ളതാണ്, അത്രയും ഉപകാരമുള്ളൊരു കല്ലാണെന്ന് ഇയാൾക്ക് മനസ്സിലായി. അപ്പം ഇയാൾ ചോദിച്ചു, വെറുതെ ചോദിച്ചു, കിട്ടില്ല എന്ന് അറിയാം, എന്നാലും വെറുതെ ചോദിച്ചു. പക്ഷെ അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സോഫി എന്ത് ചെയ്തു, സന്തോഷത്തോടെ ഈ കല്ല് അയാൾക്ക് സമ്മാനിച്ചു. അപ്പൊ എന്തായാലും അയാൾ ഒന്ന് ചോദിച്ചു നോക്കി, അങ്ങോട്ട് ചോദിച്ചു നോക്കി, അത് കിട്ടി. പിന്നെ ഇയാളൊന്നും നോക്കിയില്ല, അത് കയ്യിൽ വെച്ചു. പക്ഷേ അദ്ദേഹത്തിന് അത് അങ്ങനെ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം ഇദ്ദേഹം സോഫിയെ കാണാനെത്തി. എന്നിട്ട് സോഫിയോട് പറഞ്ഞു, എനിക്ക് ഈ കല്ല് വേണ്ട, കാരണം എനിക്കറിയാം ഇത് എത്ര വിലപിടിപ്പുള്ളതാണ് എന്ന്, എങ്കിലും എനിക്കിത് വേണ്ട. കാരണം ഇതിനേക്കാളും വിലപിടിപ്പുള്ള അമൂല്യമായ ഒരു കാര്യം നിങ്ങളുടെ കയ്യിലുണ്ട്, സോഫിയയുടെ കയ്യിലുണ്ട്. അതായത് സോഫിയയ്ക്കും അറിയാം ഇത് ഇത്രയും അമൂല്യമായ ഒരു കല്ലാണ് എന്ന്, അത് അത്രയും ഉപകാരമുള്ളതാണ്. പക്ഷേ ഞാനൊന്ന് ചോദിച്ചപ്പോഴേക്കും ഒട്ടും ആലോചിക്കാതെ അല്ലെങ്കിൽ ഒട്ടും വിഷമിക്കാതെ സന്തോഷത്തോടെ തന്നെ സമ്മാനശാലി എനിക്കത് തന്നു. അപ്പം അത് അങ്ങനെ തരണമെങ്കിൽ എന്തായിരിക്കണം സോഫിയയുടെ മാനസികാവസ്ഥ? ആ ഒരു സമാധാനം, ആ വിശാല മനസ്കൃതി എങ്ങനെ ലഭിച്ചു? അതാണ് എനിക്ക് വേണ്ടത്. ഈ കല്ലിനേക്കാളും അമൂല്യമായിട്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു മാനസികാവസ്ഥയാണ് എന്ന് പറഞ്ഞു. അതെങ്ങനെ നിങ്ങൾ എങ്ങനെ സാധിച്ചു? അതിൻ്റെ ഒരു രഹസ്യം എനിക്ക് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ കല്ല് തിരികെ കൊടുക്കുകയാണ് ചെയ്തത്. സോ ഫ്രണ്ട്സ്, ഇത് എത്ര ഒരു മനോഹരമായ കഥയാണ് അല്ലേ?